ഹായ്, വെൽക്കം ബാക്ക് ടു നന്ദാസ് വേൾഡ്. നിലമ്പൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള യാത്രയുടെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മുന്നേ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. മൈസൂരിൽ നിന്ന് ടയറായിരുന്നു ലോഡ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായിട്ട് അത് ഇറക്കേണ്ട സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 ദിവസമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിലമ്പൂരിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഹൈദരാബാദ് എത്താനായിട്ടുണ്ട്. അപ്പോൾ ആ യാത്രയാണ് ഇവിടെ ഉള്ളത്. കുറേ ദിവസമായതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു എനിക്ക്. പ്രതിവേട്ടന് വലിയ ക്ഷീണമൊന്നും ഉണ്ടെങ്കിലും അങ്ങനെ ആൾ അറിയിക്കുന്നില്ല. ഒരുപാട് നല്ല സ്ഥലങ്ങളും നല്ല റോഡുകളും ഒക്കെ കാണാൻ പറ്റി. നല്ല നീറ്റായിട്ടുള്ളതായിരുന്നു ഈ പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ. ടയർ ലോഡ് ഇറക്കുന്ന സ്ഥലത്തെത്തി. ആ കാണുന്ന മെഷീൻ്റെ ഉള്ളിലേക്ക് ഈ ടയറുകളൊക്കെ കൊണ്ടുപോയി നിറയ്ക്കുകയാണ്. എന്നിട്ട് അത് കരിച്ച് അതിൻ്റെ കരി എടുക്കുക, പിന്നെ അതിൽ നിന്നൊരു ഓയിൽ കിട്ടും. അങ്ങനെ എന്തൊക്കെയോ ആണിത് ചെയ്യുന്നത്. ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് ഇതിനൊക്കെ. ഞങ്ങളുടെ ലോഡ് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഏരിയയാണ് ഈ കാണിക്കുന്നത്. ലോഡാണെങ്കിൽ ഒരുപാട് ഹൈറ്റിലാണുള്ളത്. അപ്പോൾ ഞാനും പ്രതിഭനെ സഹായിക്കുമായിരുന്നു. ഈ ടയറ് ലോഡിൻ്റെ കെട്ടഴിക്കാനൊക്കെ ഈ പായൊക്കെ അഴിച്ചിട്ട് വേണം. അപ്പോൾ കുറേ സ്ഥലത്ത് എങ്ങനെയൊക്കെയോ കെട്ടി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് അഴിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും അതിൻ്റെ മുകളിലൊക്കെ കയറി കയറൊക്കെ എടുക്കണം, പായൊക്കെ എടുക്കണം. നല്ല ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എത്രയൊക്കെയാണ്. ഈ ഡ്രൈവർ ജോലിക്കുള്ള വേറെയും ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാവണത്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് ലോഡ് ഇറക്കി കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോരല്ല, ഈ താണ്ടൂർ കല്ല് എന്ന് പറഞ്ഞൊരു കല്ലാണ്. ഈ കല്ലാണ് കയറ്റണത് തിരിച്ചിങ്ങോട്ടുള്ള ലോഡ്. അപ്പോൾ അത് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അന്നത്തെ ദിവസം ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയതൊക്കെ. പിന്നെ ഇവിടുന്ന് ലോഡൊക്കെ കയറ്റി തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ലോഡ് കയറ്റുമ്പോഴും അങ്ങനെ നോക്കി തന്നെ നിൽക്കണം. കല്ലിന് എന്തെങ്കിലും പറഞ്ഞ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഇല്ലേ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ലോഡ് കയറ്റണ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു പ്രതിഭേട്ടൻ. ഞാൻ ആ സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്നത് പ്രതിഭേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഞങ്ങൾ കുളിച്ചതൊക്കെ. 2-3-4 ദിവസമായിരുന്നു കുളിച്ചിട്ട്, തലയൊക്കെ നനച്ച് കുളിച്ചിട്ടും ശരിക്കൊന്ന് പല്ലേച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് നല്ല സൗകര്യമുള്ളൊരു വീട് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ കുളിച്ചതും പല്ല് തേച്ചതൊക്കെ. അന്ന് ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത് ലോഡായിട്ട്. അങ്ങനെ ഓടിച്ച് നേരം വെളുത്തിട്ടും ഓടിക്കുക തന്നെയായിരുന്നു. എവിടെയും അങ്ങനെ 1 മണിക്കൂറെങ്ങാണ്ട് നിർത്തിയിട്ട് ഉറങ്ങിയതേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണി, ഇവിടെ ഹൈദരാബാദ് വരെ വന്നിട്ട് കഴിക്കാതെ പോകണത് ശരിയല്ലല്ലോ. അങ്ങനെ ഹൈദരാബാദി ബിരിയാണിയൊക്കെ വാങ്ങി ഞാൻ ആദ്യം കുറച്ച് കഴിച്ചു. പിന്നെ എനിക്കാണെങ്കിൽ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റിയില്ല. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കഴിക്കണമെന്ന്. പക്ഷേ ചൂടായിട്ട് എന്താണെന്നറിയില്ല, ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. ബാക്കി പ്രതിഭേട്ടനും കഴിച്ചു. പിന്നെ ഞങ്ങൾ വൈകുന്നേരവും ഇത് തന്നെയാണ് കഴിച്ചത്. ഒരു ബിരിയാണി വാങ്ങിയിട്ട് ഉച്ചയ്ക്കും രാത്രിയും അത് കഴിച്ചു. ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് ഞങ്ങൾ പോവുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വിശക്കുള്ളൂ, അപ്പത്തേനെ കഴിക്കണുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഭേട്ടനാണെങ്കിൽ ഈ ലോറിയിൽ നിന്ന് എന്താവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ചാടി ഇറങ്ങിപ്പോയി വാങ്ങിക്കൊണ്ടുവരാനൊക്കെ കഴിയും. ഞാനാണെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഇറങ്ങാനും കയറാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതുവരെ ഇത്രയും ദിവസമായിട്ട് ഇതിൽ ശരിക്കും കയറാനും ഇറങ്ങാനും ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ വേറൊരു വഴി കൂടിയാണ് വന്നത് കേട്ടോ. ഏത് വഴിയാന്നൊക്കെ ഞാൻ മറന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട സ്ഥലത്തേക്കാളും വേറൊരു ടൈപ്പ് സ്ഥലങ്ങളായിരുന്നു. വെയിലായിട്ടും ചൂടായിട്ടും ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. വരുന്ന വഴിക്ക് കാറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും വലിയ ക്ഷീണം വരുമ്പോൾ ഉണ്ടായില്ല. അങ്ങോട്ട് പോയ ഒരു ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിട്ടില്ല. ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പ്രതിഭേട്ടൻ ഇങ്ങനെ ഓരോന്നും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പ്രതിഭേട്ടൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് വോയിസ് ഓവർ കൊടുക്കാതെ അത് ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൽ വണ്ടീൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് അത് ഇങ്ങനെ ഇടാൻ പറ്റണില്ല. ഭയങ്കര വേറെയുള്ള സൗണ്ടുകൾ ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട്
അതിടാൻ പറ്റിയില്ല. അന്ന് ഞങ്ങളൊരു പമ്പിൽ നിർത്തി ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം വീണ്ടും യാത്ര തുടർന്നു. ഒരു പല്ല് തേപ്പും ഒക്കെ ചെറുതായിട്ട് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഞാൻ തന്നെ വണ്ടിയിൽ കയറാനൊക്കെ ഒന്ന് ശ്രമിച്ച് പഠിച്ചു. അങ്ങനെ കയറുന്നൊരു കാഴ്ചയാണിത്. കയറി കഴിയുമ്പോൾ തന്നെ ഞാൻ ക്ഷീണിക്കും. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ആ പാലാട്ടോ, ആ പാലത്തിൻ്റെ ഉള്ളിലൂടെ രാത്രി വ്യൂ ആണിത്. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു. വേറെ വണ്ടികൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അതിൻ്റെ പ്രകാശം കാരണം ശരിക്കും വ്യക്തമാവണില്ലാത്തൊരു മന്ത്രാലയ ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര് തോന്നുന്നു. നല്ല രസമായിരുന്നു രാത്രിയും അതിലൂടെയുള്ള യാത്ര. ഈ ഫോണിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു എത്രയോ മടങ്ങ് കുറവാണ് നമ്മൾ ഈ ഫോണിൽ കാണുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാ, അത്രയ്ക്കും ഒരു എന്താ പറയുക, നമുക്ക് അവിടെ നിർത്തിയിട്ട് കുറേ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്താൻ പറയുമ്പോൾ പ്രദീപേട്ടന് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ പറയാഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.